ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് എമ്പുരാൻ്റെ കുറച്ച് വാർത്തകളെ കുറിച്ചാണ്. സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന കുറേ വാർത്തകളുണ്ട്. അപ്പോൾ അതിലെല്ലാത്തിനും കൂടെ ചേർന്ന് നമ്മളൊരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഇത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചിലപ്പോൾ വീഡിയോ ആയിരിക്കും. ഇത് കാണാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. ഇതിനകത്ത് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ചിലപ്പോൾ ഇതൊരു വലിയൊരു വീഡിയോ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് സംസാരിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എമ്പുരാൻ്റെ ആദ്യത്തെ വാർത്ത, പിണറായി വിജയൻ എമ്പുരാൻ കാണുവാൻ വേണ്ടി എത്തി. അൺകട്ട് വെർഷൻ, അതായത് ചൊവ്വാഴ്ച മുതൽ ഈ സിനിമയുടെ കട്ട് വെർഷനായിരിക്കും നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നത്. 17 വെട്ടുകളും കുറേ മ്യൂട്ട് സൗണ്ടുകളും ഇതിൻ്റെ വില്ലൻ്റെ പേര് മാറ്റുകയും അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് മാറ്റം വരുത്തിയായിരിക്കും അടുത്ത് ചൊവ്വാഴ്ച മുതൽ ഇതിൻ്റെ പ്രദർശനം ആരംഭിക്കുക. പുതിയ വെർഷനായിരിക്കും. എന്നാൽ പക്ഷേ ഇപ്പം തിങ്കളാഴ്ച ചിലപ്പോൾ ഞായറാഴ്ച വരെ മുഴുവനായിട്ട് കാണുന്നവർക്ക് ഇതിൻ്റെ അൺകട്ട് വെർഷൻ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ശനിയാഴ്ച തന്നെ പിണറായി വിജയൻ ഈ സിനിമയുടെ അൺകട്ട് വെർഷൻ കണ്ടു കഴിഞ്ഞു. അപ്പം നമുക്ക് പറയാനുള്ളത്, പിണറായി വിജയൻ എന്ന് പറയുന്നത് സിനിമാ സ്നേഹിയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. നല്ല നല്ല സിനിമകൾ വരുമ്പോൾ പിണറായി വിജയൻ പോയി കാണാറുണ്ട്. പക്ഷേ ഇതങ്ങനെ ആകണമെന്നില്ല. ഇതിനകത്ത് കുറേ വിവാദങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയുള്ള സാധാരണ ആൾക്കാർക്ക് തോന്നുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. എന്തായിരിക്കും ഇതിനകത്ത് അത്രയ്ക്കും കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തായിരിക്കുമെന്ന് അറിയാനായിരിക്കും ചിലപ്പോൾ പിണറായി വിജയൻ വന്ന് കണ്ടത്. അല്ലാതെ അതിന് വേറൊരു ഇത് പ്രസക്തി കൽപ്പിക്കേണ്ടതില്ല. പിന്നെ ഈ അൺകട്ട് വെർഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി പിന്നെ കാണുന്നവർക്ക് ഈ സിനിമ ഒരു അരോചകമായിട്ട് തോന്നുമോ, അല്ലെങ്കിൽ ഈ സിനിമ അവർക്ക് അത്രത്തോളം കാഴ്ച സുഖം നൽകുമോ എന്നുള്ള കാര്യമാണ്. ഇതിനകത്ത് അൺകട്ട് വെർഷൻ എന്ന് പറഞ്ഞാൽ, കട്ട് വെർഷൻ വരുന്നതെന്ന് വെച്ചാൽ ആദ്യത്തെ 20 മിനിറ്റിലാണ്. ആ 20 മിനിറ്റ് എങ്ങനെയെങ്കിലും ചുരുക്കി 10 മിനിറ്റ് ആക്കണമെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അതിനകത്ത് ഒരു തേങ്ങയുമില്ല. അത് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം കുറച്ച് ബോറിങ് ഒഴിവാകും എന്നുള്ളതല്ലാതെ ആ സിനിമയ്ക്കകത്ത് ആ ഒരു 17 കട്ടും ആ വില്ലൻ്റെ പേരും ഒന്നും അതിനകത്തൊരു ബാധകമുള്ള കാര്യമല്ല. അതിൻ്റെ ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ആ ബജറംഗി എന്ന് പറഞ്ഞ പേരെന്ന് പറയുന്നത് ഇങ്ങനെയുള്ളൊരു പണ്ട് നടന്ന ഒരുത്തൻ്റെ പേരാണെന്നുള്ള കാര്യം പോലും നമുക്ക് കാണുന്നവർക്ക് അത് മനസ്സിലാവില്ല. ഇത് യവന്മാർ ഈ വിവാദങ്ങൾ കൊണ്ടുവന്നതിന് ശേഷമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് അങ്ങനെയുള്ള കാര്യങ്ങളാണെന്ന്. അല്ലാതെ അത് ഗുജറാത്ത് കലാപമാണെന്ന് പോലും സിനിമ കണ്ട് എനിക്ക് മനസ്സിലായില്ല. അത് കഴിഞ്ഞ് വൈകുന്നേരം വാർത്തകൾ വന്ന് തുടങ്ങിയപ്പോഴത്തേക്കാണ് എനിക്ക് ഇവർ ഗുജറാത്ത് കലാപത്തിനെയാണ് ഇതിലൂടെ കാഴ്ച വെച്ചത്, അല്ലെങ്കിൽ ഗുജറാത്ത് കലാപമാണ് ഇവർ ഇതിലൂടെ ഊഹിച്ചെടുത്തതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അവർ ഗുജറാത്ത് കലാപമൊന്നും അതിനകത്തെടുത്ത് പറയുന്നില്ല. ഈ ഒരു പേര് കൂടിയാണ് അവർ ഗുജറാത്ത് കലാപം എന്നുള്ള ഊഹത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ഇത്രയും പ്രശ്നങ്ങൾ എമ്പുരാന് ഗുണം മാത്രമേ ചെയ്യുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതൊരു ആവറേജിന് മുകളിൽ, അല്ലെങ്കിൽ ആവറേജ് സിനിമ ആയിട്ടുള്ള സിനിമ ഇത് കാണാൻ വേണ്ടി ഇപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ തിരക്കാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു വിവാദം കാരണമാണ്. ഈ വിവാദം എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അണിയർ പ്രവർത്തകർ തന്നെ തുറന്നു വിട്ടതാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് ഒരു ആവറേജിൽ ഒതുങ്ങി പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ കളക്ഷൻ ചിലപ്പം വളരെ നല്ല രീതിയിൽ കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവർ തന്നെ ആയിരിക്കും ചിലപ്പം ഇങ്ങനെ പറഞ്ഞിട്ട് ഇതേപോലെ ഇത് സിനിമയുടെ കളക്ഷൻ ചിലപ്പം കുറയാൻ സാധ്യതയുണ്ട്. അപ്പം ഒരു വിവാദം ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ ചിലപ്പം ആൾക്കാർ കാണും. കാരണം ഈ നമുക്കറിയാവുന്നതുപോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സംഘവിരോധികളുണ്ട്. അപ്പം സംഘവിരോധികളെ ഈ തിയേറ്ററിലോട്ട് കയറ്റണമെങ്കിൽ ഈ സിനിമ സംഘികളോട് എതിരി നിൽക്കുന്ന സിനിമയാണെന്നും സംഘികൾ ഈ സിനിമയെ ഒതുക്കാൻ നോക്കുന്നുവെന്നും വെളിയിൽ വിട്ടു കഴിഞ്ഞാൽ സംഘവിരോധികൾ ഈ സിനിമ കാണാൻ വേണ്ടി കൂടുതൽ ഇടിച്ചു കയറും. അത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമയ്ക്കകത്ത് ആ 17 വെട്ടുകൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പുല്ലും സംഭവിക്കാനില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആ 17 വെട്ടുകൾ നിങ്ങൾ ഉറക്കത്തിനൊക്കെ എടുത്ത്, കാരണം ആദ്യത്തെ 20 മിനിറ്റ് ആയിരിക്കും നമുക്ക് ചിലപ്പോൾ ഒരു ഹിന്ദി സിനിമ പോലെ നമുക്ക് കാണാൻ സാധിക്കും. അത് പല മലയാളികൾക്കും അതൊരു അരോചകമായിട്ട് തോന്നും. അതിനകത്ത് ഒരു നമുക്ക് ഇമോഷൻ കണക്റ്റും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു ബാക്ക് സ്റ്റോറി ഇല്ല. ഈ കൊല്ലപ്പെടുന്നവർക്ക് ഒരു ബാക്ക് സ്റ്റോറി ഇല്ല. ചുമ്മാ വരുന്നു, കൊല്ലുന്നു, പോകുന്നു. അല്ല, അങ്ങനെയുള്ള രീതിയിലല്ല. ഇതിനകത്ത് ആ 17 മിനിറ്റിൽ എന്ത് കട്ടുവരുത്തിയാലും ഈ സിനിമയ്ക്ക് ഒരു പ്രശ്നവും വരാനില്ലെന്നുള്ള കാര്യം സിനിമ കണ്ടവർക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അതിനകത്ത് ആ 17 മിനിറ്റിലായിരിക്കും കൂടുതലും എല്ലാ കട്ട് വരാനുള്ള സാധ്യത. പിന്നെ മ്യൂട്ട് സൗണ്ട് വരാനുള്ള 1-2 സ്ഥലത്ത് കാണാമെന്ന് വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഇതിനകത്ത് വില്ലൻ്റെ പേരിനും ഈ സിനിമയ്ക്ക് തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ഇതിനകത്ത് ആ പൃഥ്വിരാജിൻ്റെ കഥ പറയാൻ വേണ്ടി ഒരു 10-25 മിനിറ്റ് വെറുതെ ഈ കുറേ കാര്യങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നതല്ല. അല്ലാതെ ഇതിനകത്ത് ആ 15 മിനിറ്റ് വലിയ പ്രാധാന്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം, നമുക്ക് വാർത്തകൾ കുറേ പല വാർത്തകൾ ഇതിനകത്ത് വരുന്നുണ്ട്. കളക്ഷൻ, എമ്പുരാൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് തള്ളാണോ? തള്ളല്ല. അത് 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുണ്ട്. അവർ പറഞ്ഞതുപോലെ തന്നെ 48 മണിക്കൂറിനുള്ളിൽ തന്നെ 100 കോടി നേടിയിട്ടുണ്ട്. പക്ഷേ അത് 2 ദിവസത്തെ കളക്ഷൻ അല്ല. ആദ്യത്തെ വീക്കെൻഡും അല്ലെങ്കിൽ അതുവരെ എത്ര ഷോകൾ അവർ ആഡ് ചെയ്തിട്ടുണ്ട്, എത്ര ദിവസത്തെ ഷോ ആഡ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം കൂടി ചേർത്തുള്ള കളക്ഷൻ അവർ വെളിവിട്ടിരിക്കുന്നത് 100 കോടി. അല്ലാതെ അവർ ഒരിടത്ത് പറയുന്നില്ല ഈ 2 ദിവസത്തെ കളക്ഷൻ മാത്രമാണ് ഇതെന്ന്. അതിന് ഇത് അഡ്വാൻസ് ബുക്കിങ്ങും എല്ലാം കൂടി ചേർന്നാണ് അവരതിൽ ഉദ്ദേശിക്കുന്നത്. അതിന് തള്ളെന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം നമുക്കിപ്പം കാണാൻ സാധിക്കുന്നതാണ്, ബുക്ക് ബൈ ഷോയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചുവപ്പില്ലാത്തൊരു സ്ഥലമില്ല. നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഷോ കാണണമെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നൊന്നും കാണാൻ താല്പര്യമില്ലാത്തവർക്ക് ഈ സിനിമ എങ്ങനെ പോയാലും ഞായറാഴ്ച വരെ, ഇന്ന് വരെ ഈ സിനിമ കാണാൻ സാധിക്കില്ല. കാരണം അത്രയും ടിക്കറ്റ് ബുക്കിംഗ് ആണ്. അതിന് ഈ വിവാദങ്ങൾ ഒരു പരിധിവരെ സഹായിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അടുത്ത്, ഈ തിങ്കളാഴ്ച മുതൽ ഈ സിനിമയുടെ കളക്ഷൻ താഴോട്ട് പോകുമോ എന്നുള്ള കാര്യങ്ങൾ വെളിയിൽ വരുന്നുണ്ട്.
തിങ്കളാഴ്ച മുതൽ ഉറപ്പായിട്ട് സിനിമയുടെ കളക്ഷൻ താഴോട്ട് പോകും. അതിന് യാതൊരു സംശയമില്ല. കാരണം അത് ഏതൊരു സിനിമയ്ക്കും ആദ്യത്തെ ഒരു വീക്കെൻഡ് കഴിയുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു ഇടിവുണ്ടാവും. ആ ഒരു ഇടിവ് ഇതിനകത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ സിനിമയ്ക്ക് കൂടുതലുള്ള ഒരു ഇടിവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണാൻ വേണ്ടി ഇപ്പം ഈ 17 കട്ടുകളൊക്കെ വരുന്നത് പറഞ്ഞത് കൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇതിനകത്ത് വിളിച്ച് കയറാനുള്ള സാധ്യതയുണ്ട്. ഇത് ഞായറാഴ്ച കൊണ്ട് തന്നെ ഇതിനകത്ത് കേരളത്തിൽ കാണേണ്ടവരെല്ലാം കണ്ടു കഴിയും ഈ സിനിമ. പക്ഷേ ഒരു കാര്യമുണ്ട്, അവർക്ക് ടിക്കറ്റ് കിട്ടുന്ന കാര്യം സംശയമുണ്ട്. കാരണം എല്ലാവരും ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഈ സിനിമ അൺകട്ട് വേർഷൻ കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഫ്രണ്ട് ചെയ്ത് മാത്രമേ ഈ സിനിമ കാണാൻ സാധിക്കുള്ളൂ. അവർ അത് കണ്ടിരിക്കും. കാരണം അവർക്ക് ഫ്രണ്ട് ബാക്കൊന്നും കാര്യമില്ല. അവർക്ക് അൺകട്ട് വേർഷൻ കാണണമെന്നുള്ള ഒരു ഞായറാഴ്ച ഒരു തന്നെ ഈ സിനിമ കണ്ടിരിക്കും. പിന്നെ തിങ്കളാഴ്ച തൊട്ട് ചിലപ്പോൾ കാശ് കുറയാനുള്ള സാധ്യതയുണ്ട്. കേരളത്തിൽ മലയാളികൾ സിനിമ കാണുന്ന കണക്കുണ്ട്, ഇത്ര മലയാളികൾ കാണുന്നുള്ളത്. അവരെല്ലാം ആദ്യത്തെ 4 ദിവസം കൊണ്ട് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 5-ാം ദിവസത്തെ കളക്ഷൻ കുറേ സ്വാഭാവികമാണ്. അല്ലാതെ ഈ സിനിമയുടെ മികവിനെ അത് കുറച്ച് കാണുന്നില്ല. ആ സിനിമയ്ക്ക് അതിനുള്ള മികവുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇത്രയും കളക്ഷൻ നേടുന്നത്. നമുക്ക് ചിലപ്പം ചിലർക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ട് വരില്ല, ചിലർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരും. അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. അപ്പോൾ അവർക്ക് കുറേ പേർക്ക് അത് ഇഷ്ടപ്പെടുന്നുള്ളത് കൊണ്ടാണ് ഇത്രയും കളക്ഷൻ വരുന്നത്. ഒരു ആരെയും റിവ്യൂ ഇപ്പം നമ്മൾ ഈ അശ്വന്ത് കോക്കി സിനിമയുടെ റിവ്യൂ ഇട്ടുണ്ട്. എനിക്ക് അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത് അത്രയ്ക്കും കറക്റ്റായിട്ട് തോന്നി ഈ സിനിമയുടെ കാര്യത്തിൽ. കാരണം അശ്വന്ത് കോക്ക് പറഞ്ഞതിൽ യാതൊരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഈ സിനിമയിൽ എനിക്ക് എന്തൊക്കെയാണ് തോന്നിയത് അത് തന്നെയാണ് അശ്വന്ത് കോക്ക് പറഞ്ഞത്. അപ്പോൾ ഈ അശ്വന്ത് കോക്കിനെ ക്രൂശിച്ചുകൊണ്ട് കുറേ പേര് വരുന്നുണ്ട്. അവന് എന്തറിയാം സിനിമയെക്കുറിച്ച് എന്നുള്ള കാര്യം നമുക്ക് അത് വേറെ രണ്ടാമത്തെ വിഷയമാണ്. അവൻ്റെ അഭിനയമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവൻ്റെ ഷോർട്ട് ഫിലിമൊക്കെ അതൊക്കെ വെറും ഷോർട്ട് ഫിലിമാണ്. അവനൊക്കെ ഒരു അങ്ങനെയുള്ള കഴിവുള്ളൊരുത്തനല്ല. പക്ഷേ സിനിമ നിരൂപണം ഒരു കാഴ്ചക്കാരനെന്ന നിലയിൽ അശ്വന്ത് കോക്ക് നല്ല രീതിയിൽ ഈ എമ്പുരാൻ സിനിമയെക്കുറിച്ച് നല്ല രീതിയിൽ നിരീക്ഷിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഈ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. ആണെങ്കിൽ ഞാൻ കുറേ പേര് ചോദിച്ചിട്ട് എൻ്റെ പ്രശ്നമാണെന്ന് അറിയാൻ വേണ്ടി. അതിലത് 4 പേരോട് ചോദിച്ചാൽ 3 പേര് ഇഷ്ടപ്പെട്ടില്ല, ഒരാൾ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു വിഭാഗം പേർക്ക് ആ സിനിമ ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ഈ സംഘപരിവാറിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെ ഈ സിനിമയുടെ കളക്ഷൻ നല്ല രീതിയിൽ കൂടുന്നുണ്ട്. കാരണം സംഘപരിവാർ വിരോധികൾ കേരളത്തിൽ കൂടുതലുണ്ട്. അപ്പോൾ അവർക്ക് ഈ സിനിമ അങ്ങനെ സംഘികൾ ഈ സിനിമ അങ്ങനെ പരാജയപ്പെടുത്താൻ നോക്കണം എന്നുള്ള രീതിയിൽ തന്നെ കുറേ പേര് പോയി സിനിമ കാണുന്നുണ്ട്. അങ്ങനെ തന്നെ ഈ സിനിമയുടെ കളക്ഷൻ കുറേ രീതിയിൽ നല്ല രീതിയിൽ കൂടാനുള്ള സാധ്യത. പിന്നെ ഈ സിനിമ ഇനി 17 കട്ടുകൾക്ക് ശേഷം കാണണമെന്ന് മടിച്ചു നിൽക്കുന്ന ആളുകൾക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ സിനിമയ്ക്ക് എത്ര കട്ട് വന്നാലും അത് ആദ്യത്തെ 20 മിനിറ്റിലേ വരുള്ളൂ. ആ 20 മിനിറ്റ് ഈ സിനിമയെ ഒരു രീതിയിലും ബാധിക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതൊക്കെ എഡിറ്റ് ചെയ്ത് മാറ്റേണ്ട ഒരു 20 മിനിറ്റ് കാണിക്കേണ്ട ഒരു സംഭവം ഇല്ല അതിനകത്ത്. അതിന് ആ സിനിമയ്ക്കകത്ത് 20 മിനിറ്റിനകത്ത് ഒരു പ്രാധാന്യമില്ല. അതൊരു 5 മിനിറ്റ് കൊണ്ട് കാണിച്ചാൽ പോലും ആ ഒരു അരമണിക്കൂറുള്ള സാധനം ഒരു 7-8 മിനിറ്റ് കൊണ്ട് കാണിച്ചാൽ 22 മിനിറ്റ് ആ സിനിമയിൽ നിന്ന് കട്ടിക്കുക എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അല്ലാതെ ആ ഒരു കട്ട് ഈ സിനിമയെ യാതൊരു രീതിയിലും ബാധിക്കില്ല. അത് നിങ്ങൾ ഉറപ്പിച്ച് കണ്ടു, നിങ്ങൾ തിങ്കളാഴ്ച തൊട്ട് വീണ്ടും പോയി കണ്ടു. പക്ഷേ ആ സിനിമയ്ക്ക് അത് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കുറച്ചും കൂടെ ട്രിമ്മായി കുറച്ചും കൂടെ നല്ല രീതിയിൽ വരെ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൻ്റെ അടിയർ പ്രവർത്തകർ തന്നെയാണ് ഇതിൻ്റെ റീസെൻസറിങ്ങിന് വേണ്ടി അപ്ലൈ ചെയ്തത്. കാരണം അവർക്കറിയാം പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് അവരുടെ റീസെൻസറിന് വേണ്ടി അപ്ലൈ ചെയ്തത്. അപ്പം നല്ല രീതിയിൽ തന്നെ അവർ റീസെൻസർ ചെയ്യും. ഇതിനകത്ത് ഒരു പ്രശ്നവും വരില്ല. ഇത് ആ ഒരു കട്ടുകളൊന്നും ഈ സിനിമയെ ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അങ്ങനെ ഒരു വെർഷൻ ഇവർ റീസെൻസറിന് വേണ്ടി അഴിക്കില്ല. അത്രയ്ക്കും ഇവർ നോക്കി പൃഥ്വിരാജാണ് ആൾ. അപ്പോൾ നമുക്കറിയാം എങ്ങനെയായിരിക്കും പുള്ളി അതിൻ്റെ റീസെൻസറിങ്ങിന് വേണ്ടി അപേക്ഷിക്കുന്നത്. അപ്പം റീസെൻസറിങ്ങിന് വേണ്ടി അപേക്ഷിക്കുന്നത് ഇതിനേക്കാളും ചിലപ്പോൾ നല്ലൊരു രീതിയിൽ ട്രിം ചെയ്തിട്ടുള്ള അടിപൊളി ഒരു വേർഷനായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് തിങ്കളാഴ്ച തൊട്ട് കാണാൻ സാധിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാണേണ്ടവരൊക്കെ ചിലപ്പോൾ ഞായറാഴ്ച തന്നെ പോയി കണ്ടു. പക്ഷേ തിങ്കളാഴ്ച തൊട്ട് കാണുന്നവർക്ക് യാതൊരു പ്രശ്നവും വരാനില്ല. ഇന്ന് ഞായറാഴ്ചയാണ്. ഇനി ഞാൻ ഇത് എന്തൊക്കെ പറഞ്ഞു ഞായറാഴ്ചത്തെ കളക്ഷൻ ഒന്നും കുറയാൻ പോകില്ല. കാരണം ഞായറാഴ്ചയൊക്കെ ഫുള്ള് ബുക്കിംഗാണ്. ഇനി ഞായറാഴ്ച ബുക്ക് ചെയ്ത് കാണാൻ പോകുന്നവർക്ക് ഇനി കാണുന്ന ഫ്രണ്ടിൽ ഇരുന്ന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ കാണണമെന്ന് ആഗ്രഹമുള്ളവർ കണ്ടിരിക്കും. അതിനിപ്പോൾ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ശരിയല്ല. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ വാർത്തകൾ. പിന്നെ കളക്ഷൻ്റെ കാര്യത്തിൽ കുറച്ചൊക്കെ പ്രശ്നങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ശരിയാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ പോലും 65 കോടി രൂപയ്ക്ക് അടുത്താണ് ആദ്യ ദിന കളക്ഷൻ പറയുന്നത്. ഇതിനകത്ത് കുറച്ച് പേര് പറയുന്നുണ്ട് കേരളത്തിൽ നിന്ന് 19 കോടി രൂപ നേടിയെന്ന്. കേരളത്തിൽ നിന്ന് ആദ്യത്തെ ദിനം 19 കോടി രൂപ നേടാൻ സാധിക്കില്ല. മാക്സിമം ഒരു 15 കോടി അതിനകത്ത് നേടാൻ സാധിക്കുള്ളൂ. അത് ഈ സിനിമ നേടിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അല്ലാതെ 19 കോടിയൊന്നും ഈ സിനിമ നേടിയിട്ടില്ല. ഇതിനകത്ത് കുറച്ച് വിദഗ്ധന്മാർ വന്നിരുന്ന് പറയുന്നുണ്ട് 19 കോടി കേരളത്തിൽ 20 കോടി എന്നൊക്കെ പറയുന്നവരുണ്ട്. അവരടുത്തൊന്നും പറയാനില്ല. 20 കോടിയൊന്നും ഈ സിനിമ ഒരിക്കലും നേടില്ല. ഇപ്പോൾ നിർമ്മാതാക്കളുടെ കണക്ക് വരുമ്പോൾ നമുക്കറിയാം എത്രയാണ് ഈ സിനിമയുടെ കളക്ഷൻ എന്ന്. പക്ഷേ ഈ സിനിമ ഫുള്ളാണ്, ഹൗസ്ഫുള്ളാണ്. ഇതുവരെ നേടിയ മലയാള സിനിമകളിൽ ഏറ്റവും വലിയ റെക്കോർഡ് സിനിമ നേടിയിരിക്കും. പക്ഷേ 20 കോടി ആദ്യം ഇതിനെ നേടിയിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. പക്ഷേ ലിയോയുടെ റെക്കോർഡ് ഈ സിനിമ മറികടന്നിട്ടുണ്ട്. അത് യാതൊരു സംശയമില്ല നമുക്ക് പറയാൻ സാധിക്കും. കാരണം അത്രയ്ക്കും ബുക്കിംഗാണ് ഈ സിനിമ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് ആദ്യത്തെ 4 ദിവസം കൊണ്ട് തന്നെ ഈ സിനിമ മലയാളത്തിൽ നിന്നും 60 കോടി രൂപ കേരളത്തിൽ നിന്ന് മാത്രം 60 കോടി ക്ലബ്ബിൽ കയറാൻ സാധ്യതയുള്ള സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞായറാഴ്ചയൊക്കെ വൻ തിരക്കാണ് കാണാൻ സാധിക്കുന്നത്. ഞായറാഴ്ച ശനിയാഴ്ചയൊക്കെ വൻ തിരക്കാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള കളക്ഷൻ ഇനി ഇടിച്ച് കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം പോയി കാണാനുള്ളതുണ്ട് എന്നാണ്. കാരണം ഈ സിനിമയുടെ കാഴ്ചകൾ ഇതിനകത്ത് കാണാൻ സാധിക്കുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് പല രാജ്യങ്ങളും നമുക്ക് നല്ല രീതിയിൽ അവർ ചിത്രീകരിച്ചെടുത്തിട്ടുണ്ട്. കുറേ ടെക്നിക്കൽ വിഭാഗം നോക്കുമ്പോൾ നല്ല രീതിയിലാണ്. പക്ഷേ ഇതൊരു മോഹൻലാൽ മാസ് സിനിമ എന്നുള്ള രീതിയിൽ മാത്രം നിങ്ങൾ കാണാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം അങ്ങനെ കാണാൻ ആഗ്രഹിച്ചവർക്കാണ് ഈ സിനിമ അത്രത്തോളം പിടിക്കാത്തത്. അങ്ങനെ അല്ല
എന്ന് അറിഞ്ഞതിന് ശേഷം പോയി കണ്ടവർക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ പോയി തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ സിനിമ നമുക്ക് മലയാളത്തിൽ ചിലപ്പം എല്ലാവരും പറയും പോലെ ഇതൊരു അഭിമാനിക്കാനുള്ള സിനിമ തന്നെ ആയിരിക്കും. കാരണം ഇതിൻ്റെ മേക്കിംഗ് കൊണ്ട് അത് അത്രയും ഉറപ്പ് വരുത്തുന്നുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടാൽ. നന്ദി, നമസ്കാരം. കുറച്ച് ലെങ്ത് കൂടിപ്പോയി, അത് കുഴപ്പമില്ല. നിങ്ങൾ കാണുന്നവർ കുറച്ച് കണ്ടാലും മതി, കുഴപ്പമില്ല. നന്ദി, നമസ്കാരം.